സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ത്രിയേക ദൈവത്തിന് സ്തുതി. പദയാത്രകളുടെയും ഘോഷയാത്രകളുടെയും ജാഥകളുടെയും സമരങ്ങളുടെയും എല്ലാം അതിപ്രസരമുള്ള ഒരു സമൂഹത്തിലാണ് നാമും ജീവിക്കുന്നത്. രാഷ്ട്രീയമോ മതപരമോ സാമൂഹികമോ തുടങ്ങി എന്തു തന്നെ ആയാലും അവയിൽ പലതും എന്തെങ്കിലുമൊക്കെ പിടിച്ചടക്കുന്നതിനോ അധികാരം ഉറപ്പിക്കുന്നതിനോ വ്യക്തിപ്രഭാവം പ്രദർശിപ്പിക്കുന്നതിനോ സംഘടനാബലം കാണിക്കുന്നതിനോ ഉള്ള ശക്തി പ്രകടനങ്ങളായി തീരുന്നുമുണ്ട്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വിനയത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു രാജകീയ പ്രവേശനത്തെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇന്ന് ഹോശാന ഞായർ. നാം യേശുവിന്റെ പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലെ ഒരു സുപ്രധാന സംഭവമായ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെക്കുറിച്ച് 4 സുവിശേഷങ്ങളും ചെറിയ ചില വ്യത്യാസങ്ങളോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാളുകൾക്ക് എന്നും പ്രാധാന്യം നൽകിയിരുന്ന യഹൂദ സമൂഹം പെസഹ പെരുന്നാളിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. തങ്ങൾക്ക് ലഭ്യമായ വിടുതലിന്റെയും വിമോചനത്തിന്റെയും ഓർമ്മയായതിനാൽ സാധാരണയായി ഉള്ളതിന്റെ 6 ഇരട്ടി ജനസാന്ദ്രത അന്നുണ്ടായിരിക്കും എന്ന് പറയപ്പെടുന്നു. ആ വർഷം പ്രത്യേകിച്ചും യേശുവിനെയും മരണത്തിൽ നിന്നും യേശു ഉയർപ്പിച്ച ലാസറിനെയും കാണുന്നതിന് യഹൂദന്മാരുടെ ഒരു വലിയ കൂട്ടം എത്തിയെന്ന് വിശുദ്ധ യോഹന്നാൻ സാക്ഷിക്കുന്നു. യേശുവിന്റെ താല്പര്യപ്രകാരം ശിഷ്യന്മാരിൽ 2 പേർ അടുത്തുള്ള ഗ്രാമത്തിൽ പോയി ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിന്മേലിടുകയും യേശു അതിൽ കയറി യാത്ര തുടരുകയും ചെയ്യുന്നു. തങ്ങളുടെ അധികാരവും ധാർഷ്ട്യവും പ്രദർശിപ്പിക്കാൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന രാജാക്കന്മാരെ കണ്ടിരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ക്രിസ്തു ഒരു അത്ഭുതമായിരുന്നു. എന്നാൽ സെക്കരിയ പ്രവാചകന്റെ പ്രവചനം നിവൃത്തിയാകുവാൻ അത് ആവശ്യമായിരുന്നുവെന്ന് വിശുദ്ധ മത്തായി സാക്ഷ്യപ്പെടുത്തുന്നു. റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന ജനത്തിന്റെ നിലവിളി കേട്ട് പ്രത്യാശയുടെ ദൂതുമായി ക്രിസ്തുവിനും ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് BC 6-ാം നൂറ്റാണ്ടിൽ സെക്കരിയ പ്രവാചകനിലൂടെ ലഭ്യമായ മശിഹായുടെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം അവർക്ക് ഉത്തേജനം നൽകുന്നതായിരുന്നു. റോമൻ ആധിപത്യത്തിൽ നിന്നും തങ്ങളെ വിടുവിച്ച് ദാവീദിന് ദൈവം നൽകിയ വാഗ്ദത്തം പോലെ എന്നേക്കും നിലനിൽക്കുന്ന രാജ്യം സ്ഥാപിച്ചു തരുന്ന ഒരു മശിഹായെ പ്രതീക്ഷിച്ചാവാം അനേകം ആളുകൾ യേശുവിനെ പിന്തുടർന്നത്. തങ്ങൾക്കുള്ളതിനെയെല്ലാം ആ രാജാവിന്റെ മുൻപിൽ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായി ചിലർ വസ്ത്രം വഴിയിൽ വിരിക്കുകയും മറ്റു ചിലർ ചില്ലിക്കൊമ്പുകൾ വിതറുകയും ചെയ്തു എന്ന് ഇവിടെ കാണുന്നു. പാവപ്പെട്ടവരുടെ പണയ വസ്തുവായിരുന്നു മേൽവസ്ത്രവും ഉടുപ്പും ഒക്കെ എന്ന് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ നീ സഞ്ചരിക്കണമേ എന്നതാവാം അവരുടെ നിശബ്ദമായ പ്രാർത്ഥന. ഇപ്രകാരം ഒരു സമർപ്പണം ഇന്ന് നമുക്ക് സാധ്യമാണോ? ഹോശന്ന എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് യേശുവിനെ ആനയിക്കുകയാണവർ. ഹോശന്ന എന്നാൽ ഇപ്പോൾ രക്ഷിക്ക എന്നാണ് അർത്ഥം. അധികാരത്തിന്റെ ഹുങ്കും പാരതന്ത്ര്യത്തിന്റെ വിഷമതകളും അടിച്ചേൽപ്പിക്കപ്പെടുന്ന മതനിയമങ്ങളും ദാരിദ്ര്യവും പാർശ്വവൽക്കരണവും അടിമത്തത്തിന്റെ വേദനകളും എല്ലാം അനുഭവിച്ച് വീർപ്പുമുട്ടിയ ജനത്തിന്റെ മുൻപിലേക്കാണ് യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്തത്. ഇപ്പോൾ രക്ഷിക്ക എന്നത് ഒരു ആർത്തനാദമായി ഉയർത്തിയ അവർ പെരുന്നാളിനേക്കാൾ പ്രാധാന്യമാവാം ഒരുപക്ഷെ യേശുവിന് നൽകിയത്. പ്രകൃതി പോലും അമ്പരക്കുന്ന രീതിയിൽ ലോകം ദർശിച്ച തികച്ചും വ്യത്യസ്തമായ ഒരു ജൈത്രയാത്ര എന്ന് പറയാം. ഇത് കേവലം ഒരു ആഘോഷമല്ല, മറിച്ച് മനുഷ്യ ഹൃദയങ്ങളിലെ അഹന്തയെ നിഷ്ഫലമാക്കുവാനുള്ള ദൈവത്തിന്റെ ആഹ്വാനമാണ്. വിപ്ലവത്തിലൂടെ തങ്ങളെ രക്ഷിക്കുന്ന മശിഹായെ കാത്തിരുന്ന ജനത്തിനു മുൻപിൽ വിനയത്തിന്റെ അടയാളമായ കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്ന കർത്താവ് താൻ സമാധാനത്തിന്റെ രാജാവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ സമാധാന സന്ദേശവുമായി വന്ന കർത്താവ് യെരുശലേം ദേവാലയത്തിലെ ബലിപീഠത്തിലേക്കല്ല, കാൽവരിയിലെ ബലിപീഠത്തിൽ സ്വയം യാഗമായി തീരുവാനാണ് വന്നതെന്ന്
കൂടെ സഞ്ചരിച്ചവർ മനസ്സിലാക്കിയില്ല. ഈ രാജാവിന്റെ ഭരണം ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുരഞ്ജനം കൊണ്ടാണ് എന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്യരും പരദേശികളുമായിരുന്ന നമ്മെ ദൈവത്തിന്റെ ഭവനക്കാരാക്കി തീർക്കുവാൻ സമാധാന സുവിശേഷമായി ക്രൂശിൽ ബലിയായവൻ. ഈ രാജകീയ പ്രവേശനം യെരുശലേം നഗരത്തിലേക്ക് മാത്രമായിരുന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്കും വ്യക്തിത്വത്തിലേക്കും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നു. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ തുടങ്ങി ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി നാം മാറുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ സമാധാനത്തിന്റെ രാജാവ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിച്ച് നമുക്ക് ആന്തരിക സമഗ്രത നൽകും. ഇന്ന് നമ്മുടെ ഹൃദയ കവാടത്തിലും വിനയാന്വിതനായ ക്രിസ്തു നിൽക്കുന്നുണ്ട്. നമുക്കുള്ളതെല്ലാം തിരുമുമ്പിൽ സമർപ്പിച്ച് ഹൃദയത്തിലേക്ക് അവനെ സ്വീകരിക്കുവാൻ നാം ഒരുക്കമാണോ? അഹന്തയും ശത്രുതയും പാപവും ഒക്കെ നിറഞ്ഞ അവസ്ഥയിലാണോ നാം? സ്വാർത്ഥ ലാഭങ്ങൾക്കായി പ്രകടനം നടത്തിയും അനുയായികളെ കൂട്ടിയും ലോകമോഹങ്ങൾക്ക് പിറകെ പോകുന്നവരായി തീരുന്നുവോ ഞാനും നിങ്ങളും? നമ്മുടെ പാപപരിഹാരത്തിനായി, രക്ഷയ്ക്കായി മുൾക്കിരീടം ധരിക്കാനും ആണിപ്പാടുകളേറ്റ് കുരിശിൽ തറയ്ക്കപ്പെടുവാനുമുള്ള വിളംബര ജാഥയായിരുന്നു യെരുശലേമിലെ ഹോശന്നാ പെരുന്നാളിൻ്റെത് എന്നത് മറന്നു പോകരുത്. ഇന്ന് നാമും ഹോശന്ന ആചരിക്കുമ്പോൾ അത് കേവലം പ്രകടനമായി മാത്രം മാറാതെ ഹൃദയനുറുക്കത്തോടെ ഇപ്പോൾ രക്ഷിക്കണേ തമ്പുരാനെ എന്ന് ഒന്ന് ആർത്തു വിളിക്കാം. അവൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ ഇടം കൊടുക്കുമെങ്കിൽ നമ്മുടെ അഹന്തകളെ മാറ്റി ശത്രുതകളെ സ്നേഹത്താൽ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ തകർന്ന ഹൃദയങ്ങൾക്ക് ആന്തരിക സൗഖ്യം നൽകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നമുക്കും ഏറ്റുപാടാം. ജീവിതത്തിൽ സമസ്ത മേഖലകളിലും അവൻ വാഴുവാനായി സമർപ്പിച്ചു കൊടുക്കാം. നോമ്പിന്റെ ഈ ദിനങ്ങൾ സമാധാനത്തിന്റെ വഴിയിൽ ക്രിസ്തുവിനോടൊപ്പം നമുക്കും നടക്കാം. സെക്കരിയ പ്രവാചകന്റെ ദർശനത്തെ ഒന്ന് ധ്യാനിക്കാം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം. യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. പ്രാർത്ഥിക്കാം. സമാധാന പ്രഭുവായ കർത്താവേ, അങ്ങയുടെ വിനയവും സ്നേഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ അഹന്തകളെ നീക്കി നിന്റെ അനുരഞ്ജനത്തിന്റെയും ഐക്യത്തിന്റെയും പാതയിൽ നിന്നോടൊപ്പം ചരിക്കുവാനും ആന്തരിക സൗഖ്യം ഉൾക്കൊണ്ടവരായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.